Hi friends, welcome to Physics by Grace YouTube channel. I am Dr. Saju K. John from Grace Institute of Advanced Physics. നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ കുറച്ച് MCQസും ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഓപ്പാം പാരാമീറ്റേഴ്സിൽ സെക്കൻഡ് ആയിട്ടുള്ള സ്ലൂ റേറ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ CMRR ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ സ്ലൂ റേറ്റ് ഡിസ്കസ് ചെയ്യാം. പിന്നീടുള്ള പാരാമീറ്റേഴ്സൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. ഐഡിയൽ വാല്യൂസൊക്കെ നമ്മൾ അത് ഓരോ പാരാമീറ്റേഴ്സിൻ്റെ ഐഡിയൽ വാല്യൂസൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. അതാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്ലൂ റേറ്റ് ഡിസ്കസ് ചെയ്യുകയാണ്. സ്ലൂ റേറ്റ് എന്താണ്? നമുക്ക് ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സിന് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, ഇൻപുട്ട് ഒരു സിഗ്നലാണ്, നമുക്കറിയാം ടൈം വേരിയിങ് സിഗ്നലാണ്. ഔട്ട്പുട്ടും അതേപോലെ തന്നെ ടൈം വേരിയിങ് ഒരു സിഗ്നലാണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിലൊരു വേരിയേഷൻ വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു ലോ ലെവലിൽ നിന്ന് ഒരു ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ അതനുസരിച്ച് ഔട്ട്പുട്ടിലും ആ ചേഞ്ച് വരണം. പക്ഷേ ഓപ്പാമിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ടൈം എടുത്തേക്കാം. വലിയൊരു ടൈം എടുക്കുന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിൽ ചേഞ്ച് ഔട്ട്പുട്ടിലെ ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ ടൈം ഗ്യാപ്പ് എടുത്തേക്കാം. അപ്പോൾ ഡെൽറ്റ വി വോൾട്ടേജിൽ ചേഞ്ച് വരാൻ വേണ്ടി ഔട്ട്പുട്ട് വോൾട്ടേജ് ഡെൽറ്റ വി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡെൽറ്റ ടി ടൈം എടുക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലൂ റേറ്റ് എന്ന് വിളിക്കുന്നത്. സ്ലൂ റേറ്റ് എന്ന് പറയുമ്പോൾ ആ വേർഡ് മീനിങ് തന്നെ ഒരു സഡൻ ആയിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ ഒരു ടേൺ ഓൺ അല്ലെങ്കിൽ സ്ലൈഡ്, ഒരു സഡൻ ചേഞ്ചാണ് ആ വേർഡിൻ്റെ മീനിങ് തന്നെ, സ്ലൂ എന്നുള്ള വേർഡിൻ്റെ മീനിങ് തന്നെ. അപ്പോൾ സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ കുറിച്ച്, എത്ര ഫാസ്റ്റായിട്ട് അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കറിയാം കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് റെസ്പോൺസ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ചെറിയ ടൈമിൽ തന്നെ അത് എന്ത് ചെയ്യണം, ലെവലുകൾ മാറാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. റെസ്പോൺസ് ടൈം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ സ്ലൂ റേറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഒരു പെർട്ടിക്കുലർ ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ടൈം കുറയുമ്പോഴാണ്, സഡൻ ചേഞ്ച് വരുമ്പോഴാണ് സ്ലൂ റേറ്റ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ്. കുറച്ചുകൂടി ഷാർപ്പായിട്ട് എഴുതുകയാണെങ്കിൽ ദ സ്ലൂ റേറ്റ് ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, dVo by dt maximum. Okay, it is the slew rate is the maximum rate of change of output voltage of the op amp. Maximum rate of change നെയാണ് സ്ലൂ റേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഈ സ്ലൂ റേറ്റ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും, സിഗ്നലിന് ഇതേപോലെ ഡിസ്റ്റോഷൻ ഉണ്ടാവും. ഇങ്ങനെ സഡനായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റാതെ സിഗ്നലിന് ഡിസ്റ്റോഷൻ ഉണ്ടാവും. അപ്പോൾ സ്ലൂ റേറ്റ് വളരെ കൂടുതലായിരിക്കണം ഓപ്പറേഷൻ ആംപ്ലിഫയറിന്. ഐഡിയലി ഇറ്റ് ഹാസ് ടു ബി ഇൻഫൈനിറ്റ്. ഐഡിയൽ ഓപ്പാമ്പിന് ഐഡിയൽ വാല്യൂ എന്നുള്ളത് ഇൻഫിനിറ്റിയാണ്. ഓക്കെ, ഇൻഫൈനിറ്റ് സ്ലൂ റേറ്റ് ആണ് ഡിസൈറബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ സ്ലൂ റേറ്റ് ഷുഡ് ബി വെരി ഹൈ. അത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് സാധാരണ ഈ ഫോമിൽ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ചോദിക്കാം. നമുക്ക് ഡെൽറ്റ വി തന്നിട്ട് ഡെൽറ്റ വിയും ഡെൽറ്റ ടിയും തന്നിട്ട് സ്ലൂ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ സ്ലൂ റേറ്റിൻ്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട്. സ്ലൂ റേറ്റിൻ്റെ യൂണിറ്റ് പറഞ്ഞോട്ടെ. സാധാരണ ഈ ടൈം നമ്മൾ മൈക്രോ സെക്കൻഡിലാണ് കൂടുതൽ റെപ്രസെൻറ്റ് ചെയ്യുക. വോൾട്ടേജ് SI യൂണിറ്റ് വോൾട്ടിൽ തന്നെയാണ്. അപ്പോൾ സ്ലൂ റേറ്റിൻ്റെ യൂണിറ്റ് വരുന്നത് നമുക്കറിയാം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി അല്ലേ. അപ്പോൾ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡാണ്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് സ്ലൂ റേറ്റിൻ്റെ യൂണിറ്റ്. വോൾട്ട് പെർ സെക്കൻഡിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ വലിയ വാല്യൂ ആയിട്ടാണ് കാണിക്കാം. ഓക്കെ, വോൾട്ട് പെർ മൈക്രോ സെക്കൻഡാണ്. ഈ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിന് ചില കേസിൽ നമുക്ക് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വോൾട്ട് പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് വോൾട്ട് പെർ മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁻6 സെക്കൻഡ്സ് അല്ലേ. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും, ദിസ് 10⁻6 വോൾട്ട് പെർ സെക്കൻഡ്. ഓക്കെ, വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് വോൾട്ട് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 10⁻6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഫോമിൽ വെച്ച് പിന്നെ നമുക്ക് വരാവുന്നൊരു ക്വസ്റ്റ്യൻ വെച്ചാൽ സാധാരണ സെറ്റിനൊക്കെ ഒരു മൂന്ന് തവണ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് ഒരു സൈനസോയിഡൽ ഔട്ട്പുട്ട് ആണെങ്കിൽ അതിൻ്റെ സ്ലൂ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക. സൈനസോയിഡൽ ഔട്ട്പുട്ട് ഒരു സൈൻ വേവ് ആണെങ്കിൽ നമ്മൾ അതാണ് നമ്മളൊന്ന് ചെയ്തു നോക്കുന്നത്. നമുക്ക് സപ്പോസ് ദ ഔട്ട്പുട്ട് ഈസ് എ സൈനസോയിഡൽ വേവ്. സൈനസോയിഡൽ വേവ് നമുക്ക് VM സൈൻ ഒമേഗ ടി എന്ന് എഴുതാം. ഓക്കെ, എന്താണ് സ്ലൂ റേറ്റ് എന്നുള്ളത്? ദാറ്റ് ഈസ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ,
സോ ഡി വി ഒ ബൈ ഡി ടി മാക്സിമം ആണ് സ്ലൂ റേറ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാം വി എം കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ഒമേഗ ടി ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ വരും അല്ലേ. സോ ദിസ് ഈസ് വി എം ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലേ. വാട്ട് ഈസ് എ മാക്സിമം വാല്യൂ? ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. മാക്സിമം വാല്യൂ ഓഫ് ദിസ് നമുക്കറിയാം ഇവിടെ ഈ വി എം ഒമേഗ ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണ്, അതിന് മാക്സിമം മിനിമം ഒന്നുമില്ല. ബട്ട് വാട്ട് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് കോസ് ഒമേഗ ടി? നമുക്കറിയാം കോസിൻ്റെയും സൈൻ്റെയൊക്കെ മാക്സിമം വാല്യൂ എത്ര? 1 ആണ്. സോ ദാറ്റ് ഈസ് 1. അപ്പോൾ നമുക്ക് വി എം ഒമേഗ എന്ന് കിട്ടും അല്ലേ. ദിസ് ഇസ് 1, സോ ഇറ്റ് ഈസ് വി എം ഒമേഗ. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലൂ റേറ്റ് നമുക്കൊരു ഇക്വേഷൻ കിട്ടുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. വി എം ഇൻറ്റു ഒമേഗ, സ്ലൂ റേറ്റിൻ്റെ ഇക്വേഷൻ. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ ഒമേഗനെ മാറ്റി എഴുതേണ്ടി വരും. ഒമേഗ നമുക്കറിയാം ഇത് ആംഗുലർ ഫ്രീക്വൻസിയാണ്, ദാറ്റ് ഈസ് 2π ടൈംസ് ലീനിയർ ഫ്രീക്വൻസി, ഇങ്ങനെ എഴുതേണ്ടി വരും. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ സ്ലൂ റേറ്റ് തന്നിട്ട് ഡിസ്റ്റോർഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര വരെ ആകാം എന്ന് ചോദിക്കാം. അപ്പോൾ വി എം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക SR/2πf ചെയ്താൽ മതി. ഈ എഫിനെ ഇവിടെ വിളിക്കുന്ന പേര്, അപ്പോൾ ഇതാണ് നമുക്ക് ഫോർമുല. ഇത് നിങ്ങൾ ഈ ഫോർമുല പഠിച്ചാൽ മതി. ഓക്കെ, ഈ ഫോർമുല എന്തായാലും പഠിച്ചു വയ്ക്കണം. സ്ലൂ റേറ്റ് വി എം ഇൻറ്റു 2πf. എപ്പോഴാണിത് യൂസ് ചെയ്യുക? സൈനസോയിഡൽ ഔട്ട്പുട്ടിൻ്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. സൈനസോയിഡൽ ഔട്ട്പുട്ടിൻ്റെ കേസിലാണ് അത് യൂസ് ചെയ്യുക. അപ്പോൾ SR/2πf ആണ്. ഈ എഫിനെ ഇവിടെ പവർ ബാൻഡ് വിഡ്ത്ത് എന്ന് വിളിക്കുന്നത് കാണാറുണ്ട്. പവർ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ആ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. എഫ് ഈസ് കോൾഡ് പവർ ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അത് നമുക്ക് വി എം കണ്ടുപിടിക്കാം. ചിലപ്പോൾ എഫ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ തരാം, ചിലപ്പോൾ SR സ്ലൂ റേറ്റ് കണ്ടുപിടിക്കാൻ തരും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സ്ലൂ റേറ്റിൽ ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ദ സ്ലൂ റേറ്റ് ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ഇൻ, ഏതാണ് യൂണിറ്റ്? സ്ലൂ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാ? വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ് യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ എ ലാർജ് സ്റ്റെപ്പ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു op amp 741, the output voltage changes from 0 to 10 volt in 20 microseconds. The slew rate of the op amp is, നോക്കൂ ഇവിടെ നമുക്ക് ഡെൽറ്റ വി എത്രയാണ്? 0 to 10 ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് 10 - 0, ദാറ്റ് ഈസ് 10. വോൾട്ടിലാണ് തന്നിട്ടുള്ളത്. ആൻഡ് വാട്ട് ഈസ് എ ടൈം? ഡെൽറ്റ ടി എത്രയാണ്? 20 microseconds. So what is delta V by delta T here, or what is slew rate? That is 10 divided by 20. ഇത് വോൾട്ടിലാണ്, ഇത് മൈക്രോ സെക്കൻഡിലാണ്. സോ 10/20 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.5 ആണ് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. ഓക്കെ, സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ സ്ലൂ റേറ്റ് ഓഫ് എൻ ഐഡിയൽ ഓപ്പ് ആംപ്. ഐഡിയൽ ഓപ്പ് ആമ്പിന് സ്ലൂ റേറ്റ് എന്തായിരിക്കണം? നമുക്കറിയാം സ്ലൂ റേറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് വളരെ ഹൈ ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു സ്ലൂ റേറ്റിൻ്റെ വാല്യൂ 0.5 ആണ്. ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 0.5 ഇൻറ്റു വോൾട്ട് പെർ സെക്കൻഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ദിസ് ഇസ് 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് വളരെ വലിയ വാല്യൂ ആണ്, വളരെ വലിയ വാല്യൂ ആണ് ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സിൻ്റെ സ്ലൂ റേറ്റ് എന്നുള്ളത്. ഓക്കെ, ഐഡിയലി ഇറ്റ് ഈസ് ഇൻഫൈനറ്റ് ആണ് ഐഡിയൽ ഓപ്പ് ആമ്പിൻ്റെ സ്ലൂ റേറ്റ്. നമ്മൾ CMRR കണ്ടുപിടിച്ചപ്പോൾ അല്ലേ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഐഡിയലി ഇൻഫൈനറ്റ് ആണ്. ഈ ഐഡിയൽ വാല്യൂസ് പലപ്പോഴും എക്സാമിന് ചോദിക്കാണ്ട് നമ്മൾ ഓരോ ഓപ്പ് ആമ്പ് പാരാമീറ്റേഴ്സിൻ്റെയും ഐഡിയൽ വാല്യൂസ് ഓർത്ത് വയ്ക്കണം. നമ്മൾ ഓപ്പ് ആമ്പ് പാരാമീറ്റേഴ്സിൻ്റെ ബാക്കി ഓപ്പ് ആമ്പ് പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യും. ഇനി ആൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഹാസ് എ സ്ലൂ റേറ്റ് ഗിവൺ ബൈ ദ മാനുഫാക്ചറർ ആസ് ദിസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ സ്ലൂ റേറ്റ് തന്നിട്ടുണ്ട്. സ്ലൂ റേറ്റ് ഈസ് ഈക്വൽ ടു 5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. നൗ അറ്റ് എ സിഗ്നൽ ഫ്രീക്വൻസി 0.1 മെഗാ ഹെർട്സ് ആണ്. ശ്രദ്ധിക്കുക, 10⁶ ഹെർട്സ് ആണ്. മെഗാ ഹെർട്സ് എന്ന് പറയുമ്പോൾ 10⁶ ഹെർട്സ് ആണ്. ദ മാക്സിമം അൺഡിസ്റ്റോർട്ടഡ് സൈൻ വേവ് ആംപ്ലിറ്റ്യൂഡ് ആണ് ചോദിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ VM ആണ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈൻ വേവ്. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളിവിടെ നമുക്കറിയാം വോൾട്ടിലാണ് ആൻസർ എഴുതേണ്ടത്. വോൾട്ടിലോ മൈക്രോ വോൾട്ടിൽ എഴുതണമെന്ന് വിചാരിക്കാം. വോൾട്ടിലാണ് എഴുതേണ്ടതെങ്കിൽ നമ്മൾ ഇതൊക്കെ കൺവേർട്ട് ചെയ്യണം. ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാം? വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് കൺവേർട്ട് ചെയ്യാൻ 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫോർമുല? SR ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു VM ഇൻറ്റു 2πf. അപ്പോൾ ഇതിൽ VM കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഞാനിവിടെ എഴുതാം. VM ഈസ് ഈക്വൽ ടു
SR divided by 2 pi f. Okay, SR divided by 2 pi f. So it is 5 into 10 to the power of 6 divided by 2 pi into f in the value. F in the value 0.1 into 10 to the power of 6. Okay, ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ഇവിടെ ക്യാൻസൽ ആയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് 5 ഇതാ 2 pi into 2 pi എന്ന് പറഞ്ഞാൽ 2 into 3.14 6.28 ആണ് ഇൻറ്റു 0.1. 5നെ 0.1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈക്വലാണ്. സോ ഇറ്റ് ഈസ് 50 ഡിവൈഡ് ബൈ 6.28. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ SI യൂണിറ്റിൽ 7.96 വോൾട്ട് കിട്ടും. 7.96 വോൾട്ടാണ് അതിന് ഏറ്റവും അടുത്തുള്ള ആൻസർ. 50 ഡിവൈഡ് ബൈ 6.26 ആണ്. ഇതാണ് അടുത്തുള്ള ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതും സെറ്റിൻ്റെ വേറൊരു വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇവിടെ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. സ്ലൂ റേറ്റ് 5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. ഇവിടെ 0.1 മുമ്പത്തെ ക്വസ്റ്റ്യനിൽ തന്നത് ഇവിടെ 0.2 മെഗാ ഹെർട്സ് ആണ്. ഓക്കെ, സോ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ അൺഡിസ്റ്റോർട്ടഡ് സൈൻ വേവ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും VM തന്നെയാണ്. സെയിം ഫോർമുല യൂസ് ചെയ്യുക, അതേപോലെ ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ഹാഫ് ഓഫ് ദാറ്റ് വാല്യൂ. നമുക്കറിയാം SRൻ്റെ ഇക്വേഷനിൽ VM ഇൻറ്റു 2 pi f ആണ്. അപ്പോൾ VM കാണുമ്പോൾ SR ഡിവൈഡ് ബൈ 2 pi f ആണ്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഡബിൾ ചെയ്തു. ഫ്രീക്വൻസി നേരത്തെ ക്വസ്റ്റ്യനിൽ 0.1 മെഗാ ഹെർട്സ് ആയിരുന്നു അല്ലേ, അത് ഡബിൾ ചെയ്തപ്പോൾ VM ഹാഫ് ആവും. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഹാഫ് വാല്യൂ ഇവിടെ പറഞ്ഞ് 7.96 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് വാല്യൂ ആണ് ഇവിടെ വരിക. ദാറ്റ് ഈസ് 3.98. 3.98 ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 3.98. ഇത് നോക്കൂ. ഫോർ എൻ ഓപ്പ് ആമ്പ് ദ പീക്ക് ഔട്ട്പുട്ട് ഓഫ് സൈൻ വേവ് ഈസ് VM അല്ലേ. ആ VMൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ആൻഡ് സ്ലൂ റേറ്റ് ഈസ് ഗിവൺ. SR ഗിവൺ ആണ്. പവർ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് F ആണ്. നമ്മൾ F കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ SR ഈസ് ഈക്വൽ ടു VM ടൈംസ് 2 pi f. ഇക്വേഷൻ നമുക്ക് F കണ്ടുപിടിക്കണം. F ഈസ് ഈക്വൽ ടു SR ഡിവൈഡ് ബൈ VM ടൈംസ് 2 pi. ഓക്കെ, SR ഡിവൈഡ് ബൈ VM ടൈംസ് 2 pi ആണ് വരിക. അപ്പോൾ SR 0.5. നമുക്ക് കിലോ ഹെർട്സിലേക്കാണ് നമ്മൾ പോകുന്നത്. കുഴപ്പമില്ല, നമുക്കിത് കൺവേർട്ട് ചെയ്യാം. 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. അത് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വോൾട്ട് പെർ സെക്കൻഡിലേക്ക് മാറി. സോ VM എത്രയാണ്? VM ഈസ് 10 വോൾട്ട്. 10 വോൾട്ട് ആണ്. ഇൻറ്റു 2 pi 2 ഇൻറ്റു 3.14. സോ ദിസ് ഈസ്, നമുക്ക് പവറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. 5 ഇൻറ്റു 10⁻². നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് ഡെസിമൽ ഉണ്ട്. അപ്പോൾ 10⁵ ആവും. പിന്നെ താഴെ ഒരു 10 ഉണ്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ 10⁴ ആവും. ഡിവൈഡ് ബൈ 6.28 അല്ലെങ്കിൽ 50 ഡിവൈഡ് ബൈ 6.28 ഇൻറ്റു 10⁴ എന്ന് കിട്ടും. 4 അല്ല 3 എന്ന് കിട്ടും. 50 ഡിവൈഡ് ബൈ 6.28 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ കിലോ ഹെർട്സിൽ നമുക്ക് വാല്യൂ കിട്ടും. കിലോ ഹെർട്സിൽ ദാറ്റ് ഈസ് 7 പോയിൻറ്റ്. നമ്മൾ ഈ വാല്യൂ നേരത്തെ കണ്ടതാണ്. 50 ഡിവൈഡ് ബൈ 6.28. അപ്പോൾ 7.96 കിലോ ഹെർട്സ് കിട്ടും. 7.96 കിലോ ഹെർട്സ്. അതാണ് ഇവിടുത്തെ ആൻസർ. 7.96. ഓക്കെ, സെയിം ഫോർമുല വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഈ ക്വസ്റ്റ്യനിൽ ഫോർ എൻ ഓപ്പ് ആമ്പ് സ്ലൂ റേറ്റ് ഈസ്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതിൽ ഏതാണ് സ്ലൂ റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? മാക്സിമം ചാർജിങ് കറണ്ട് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. ഇത് കറണ്ട് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഞാൻ ഇവിടെ ഒരു ഡയമെൻഷൻ നോക്കുന്ന ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നമുക്ക് ഡയമെൻഷൻ നോക്കാൻ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടിറ്റി സ്ലൂ റേറ്റ് ആണൊന്നും ചെക്ക് ചെയ്താൽ മതി. നമ്മൾ മാക്സിമം ചാർജിങ് കറണ്ട് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ്, മാക്സിമം ചാർജിങ് കറണ്ട് ഡിവൈഡ് ബൈ ഇൻഡക്ഷൻ എന്നാണ് എഴുതിയിട്ടുള്ള, ഇൻഡക്റ്റൻസ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. മാക്സിമം ചാർജിങ് കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ കപ്പാസിറ്റൻസ്. I/C ഇത് നോക്കൂ. നമ്മളിത് ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ I/C മാക്സിമം ചാർജിങ് കറണ്ട് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ്. I/Cയുടെ ഡയമെൻഷൻ നോക്കിയാൽ നമുക്കറിയാം കറണ്ട് എന്നുള്ളത് ചാർജ് ഡിവൈഡ് ബൈ ടൈമാണ്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ് കറണ്ട്. കപ്പാസിറ്റൻസിൻ്റെ ബേസിക് ഡെഫിനിഷൻ C=Q/V എന്നാണ്. Q/V എന്നാണ്. നമ്മളിത് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ Q ക്യാൻസൽ ചെയ്ത് പോയിട്ട് V/T ആണ്.
അപ്പോൾ ഇത് വോൾട്ട് പെർ സെക്കൻഡ് ആണ് അല്ലേ, വോൾട്ട് പെർ സെക്കൻഡ് ആണ് യൂണിറ്റ് വരുന്നത്. സോ ദിസ് ക്യാൻ റെപ്രസെൻറ്റ് സ്ലൂ റേറ്റ്. അപ്പോൾ സ്ലൂ റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിയ ബി ആണ്, മാക്സിമം ചാർജിങ് കറണ്ട് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ്. നമ്മളിവിടെ ഡൈമെൻഷൻ നോക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ലൂ റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, I/C മാക്സിമം ചാർജിങ് കറണ്ട് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ് ദാറ്റ് ക്യാൻ ഗീവ് സ്ലൂ റേറ്റ്. അങ്ങനെയും സ്ലൂ റേറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സ്ലൂ റേറ്റിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സ്ലൂ റേറ്റ് ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഓപ്പ് ആംപ് പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.